ചൂടൊക്കെ സഹിച്ച് നല്ല ചൂടായിരുന്നേ. സഹിച്ച് ഇതാ ഇങ്ങനെ വെയിറ്റിങ്ങിൽ എത്തിയിരിക്കുകയാണ്. എപ്പോൾ തുറക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നോക്കി ഇതാ ഓരോന്നോരോന്ന്. ഇതൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീവ്ലെസ് ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ എന്താ പറയുക, വെറുതെ ഒന്ന് എടുത്ത് നോക്കി. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. വൈറ്റ് ഓൾമോസ്റ്റ് എനിക്ക് കുറേ ഉണ്ട് വൈറ്റ്. കാരണം എൻ്റെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ് ഈ വൈറ്റ്. അപ്പോൾ എവിടെ പോയാലും എന്നോട് പറയും അതെടുത്തോ ഇതെടുത്തോ എന്നൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ഇതൊക്കെയെന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. പുള്ളിയുടെ ഇഷ്ടപ്രകാരം ഒന്ന് എടുത്ത് പിടിച്ചു. ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം. നമ്മുടെ വിഷുവൊക്കെ ആവാറായില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് സൺഡേ എല്ലാവർക്കും ലീവാണ്. അപ്പോൾ പിന്നെ ഒന്ന് പുറത്ത് പോവുക. പിന്നെ ആദ്യം പുറത്ത് പോകുന്നതിന് മുൻപേ അമ്പലത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഇന്ന് ഫ്രീ ആയതുകൊണ്ട് ഇന്ന് മാത്രമേ എല്ലാവരും കിട്ടത്തുള്ളൂ. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ബുള്ളറ്റ് റൈഡ് ചെയ്യാറില്ലേ എന്ന്. റൈഡ് ചെയ്യുന്നത് വളരെ കുറവാണ്, നല്ല ചൂടാണ്. അതുകൊണ്ട് മനുഷ്യൻ കരിഞ്ഞു പോവും ബുള്ളറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞങ്ങൾ വളരെ കുറവാണ്. പക്ഷേ ഈ രാവിലെ നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് അമ്പലത്തിൽ വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള അയ്യപ്പൻ്റെ അമ്പലം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തേന്ന് വെച്ചാൽ ഒരു ഭക്തി മാർഗം അങ്ങനെയൊന്നുമല്ല. നമുക്ക് സമയം കിട്ടുമ്പോഴും എല്ലാ രീതിയിലും നമുക്ക് സമയം കിട്ടുമ്പോഴും നമ്മളിതുപോലെ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അവിടെയെന്ന് വെച്ചാൽ ഉള്ളിൽ വീഡിയോ ഫോട്ടോഗ്രാഫിയൊക്കെ നിരോധനമാണ്. ഞങ്ങൾ പിന്നെ തൊട്ടടുത്തുള്ള ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വല്ലാത്തൊരു വൈബാണ്. പ്രത്യേകിച്ച് നമുക്ക് അമ്പലങ്ങളിൽ പോകുമ്പോഴൊരു പ്രത്യേക ഒരു എന്താ പറയുക ശാന്തതയല്ലേ കിട്ടുന്നത്. അപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ കിട്ടാനുള്ളത്. അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ വീഡിയോ ഫോട്ടോ എടുക്കുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല, നമുക്ക് എന്തും എടുക്കാം. പക്ഷേ ഫ്ലവേഴ്സും അതൊന്നും പറിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ, ബാക്കി ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവിടെ രാത്രിയിലാണ് കേട്ടോ സൂപ്പർ. ഫുള്ള് ലൈറ്റും കാര്യങ്ങളും പിന്നെ വെള്ളവും ഒന്നും പറയണ്ട, വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ കണ്ടോ, ഇതാണ് നമ്മുടെ വീടിനടുത്തുള്ള ഗുരുവായൂരപ്പൻ ടെമ്പിൾ. അപ്പോൾ ഇതിനുള്ളിൽ എന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ ഞാൻ എടുത്തില്ല. അമ്പലത്തിൽ അങ്ങനെ നമ്മൾ വന്ന് എടുക്കുന്നത് ശരിയല്ലാന്ന് തോന്നി. കാരണം അതൊരു ഡയറക്റ്റ് ആയിട്ട് പോകുന്നൊരു വിഗ്രഹത്തിൻ്റെ ഇതല്ലേ. പക്ഷെ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും എടുക്കുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ അതിന് അറ്റാച്ച്ഡ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വിഗ്രഹങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ ഇതിലൂടെയൊക്കെ ഒന്ന് പോയിട്ട് എല്ലാം പ്രാർത്ഥിച്ചു. നല്ലൊരു ശാന്തത. കാരണം ആ വെയിലിൽ നിന്ന് നമുക്ക് വല്ലാത്തൊരു എന്താ പറയുക, ഒരു സ്വർഗം കിട്ടിയ പോലെയാണ്. തണൽ, നല്ലൊരു തണൽ. ആൽമരവും നല്ല പഴകിയ ആൽമരാണേ, ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ നമുക്ക് കിട്ടുന്നൊരു ഭാഗ്യമാണ് വിഗ്രഹത്തിൽ എന്താ പറയുക പൂജ ചെയ്യാനുള്ള ഒരവസരം. പ്രതിഷ്ഠയ്ക്ക് പൂജ ചെയ്യാനുള്ള ഒരവസരമാണ് നമുക്ക് ഈ പുറം നാടുകളിൽ കിട്ടുന്നത്. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും ഇതുപോലെ പൂജ ചെയ്യുകയാണേ. മണിക്കുട്ടിയും കുഞ്ഞൂസും ഞാനും ചേട്ടനും എല്ലാവരും ചെയ്തു. അപ്പോൾ ചിലവർ ഇതിനു മുമ്പേ 2-3 ആൾക്കാരൊക്കെ പൂജ ചെയ്തിട്ട് പോയി. പിന്നെ ഇഷ്ടം പോലെ നമ്മുടെ മുല്ലപ്പൂവുണ്ട് അവിടെ ഇവിടെ ആയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ പറയുമായിരുന്നു ഇവരെയൊന്നും കണ്ണില്ലെങ്കിൽ അപ്പോൾ ഒരാൾ എന്നെ നോക്കിക്കൊണ്ടിരിപ്പാണ്. അപ്പോൾ പല ആൾക്കാരുണ്ട് കേട്ടോ, അത് ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് അവർ. കാരണം പൂക്കൾ പറിക്കുന്നുണ്ടോ എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവർ നോക്കുന്നില്ലെങ്കിൽ കുറച്ച് പറിക്കാമായിരുന്നു എന്ന്. പിന്നെ ഞങ്ങൾക്ക് വരുന്ന വഴിക്ക് ഒരു ചേട്ടൻ ഇതുപോലെ കണിക്കൊന്ന കൊണ്ടുവച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്നൊരു ഷോപ്പിങ്ങും ഒരു അമ്പല വ്ളോഗും കൂടിയാണ് എന്നുള്ളത്. വിഷു അല്ലേ നാളെ, അപ്പോൾ വിഷുവിനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾ ബുള്ളറ്റിൽ പോവുകയാണ്. നല്ല ചൂടാട്ടോ. ട്രാഫിക്കാണെങ്കിൽ ഇവിടെ ഒരു രക്ഷയില്ലാത്ത ട്രാഫിക്കാണ്. അപ്പം അതിനിടയിലാണ് ഒരു പ്രചരണത്തിൻ്റെ ഇത് കണ്ടത്, ഫ്ലെക്സൊക്കെ. അപ്പം ഞങ്ങൾ ഇതിന് മുമ്പേ ഞാൻ കഴിഞ്ഞ ഒരു ഷോർട്ടിൽ ഒരു സിനിമ കാണാൻ പോയിട്ടുള്ള ഒരു ഷോർട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെയും സ്റ്റുഡിയോ വന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു പുതിയ സ്റ്റുഡിയോയുടെ റിവ്യൂ കുറച്ച് കേട്ടിട്ടാണ് ഞാൻ പോയത്. എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു, അവൾ പറഞ്ഞു നല്ലതാണ് ചേച്ചി എന്ന്. അങ്ങനെ പോയതാണ്. അങ്ങനെ ഞങ്ങൾ വെയിറ്റിങ്ങിൽ നിൽക്കുകയാണ്. 11 മണിക്ക് ഓപ്പൺ ആവും. ഞങ്ങൾ 10:54 എത്തി. ക്ഷമയില്ല എങ്കിലും കുഴപ്പമില്ല, കാരണം ഈ വെയിലും ഈ ഇത്രയും ആൾക്കാരുടെ ഇടയിലൊക്കെ പോകേണ്ടത് വിചാരിച്ചിട്ട് അവിടെ നിന്നു. ഒടുവിൽ ഞങ്ങൾ ഇരിക്കുന്നതൊക്കെ കണ്ടിട്ടായിരിക്കണം 11 മണിക്ക് മുൻപേ. എന്നാലും 10:58 ആയി കേട്ടോ. അപ്പോൾ ആ ഒരു 58-നൊക്കെ അവർ പറഞ്ഞു വാ, ഇനിയിപ്പോൾ അവർക്കൊരു കസ്റ്റമറെ നഷ്ടപ്പെട്ടാൽ കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ടായിരിക്കും. അങ്ങനെ നമ്മൾ ഇതിനുള്ളിൽ കിടന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ ഒരു സെക്ഷനിലോട്ടാണ് പോയത്, അതായത് ലേഡീസിൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം പിള്ളേരുടെ കിഡ്സ് സെക്ഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് അത്ര ഒരു കംഫർട്ട് തോന്നിയിട്ടില്ല. ഞാൻ വിചാരിച്ചു കുറച്ച് ടീഷർട്ടൊക്കെ എടുക്കാമെന്ന്. ഇപ്രാവശ്യം എൻ്റെ കയ്യിലുള്ളതൊക്കെ ഓൾമോസ്റ്റ് ഇങ്ങനെ എന്താ പറയുക കുറേയൊക്കെ യൂസ് ചെയ്തതാണ്.
അപ്പോൾ നമുക്ക് ഈ ട്രാവലിങ്ങിനൊക്കെ നല്ലതല്ലേ. ഇപ്പോൾ ഞാൻ സത്യം പറഞ്ഞ സ്ലീവൊന്നും അങ്ങനെ ഇടാത്ത ആളാണ്, പക്ഷേ എന്നാലും വെറുതെ ഒന്ന് നോക്കിയതാണ്. അങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ എനിക്കൊന്നും കംഫർട്ട് തോന്നിയില്ല. പിന്നെ എന്താ പറയുക, പിള്ളേർ പറയാണ് അമ്മ നോക്കിയത് മതി, ഇനി നമുക്ക് നമ്മുടെ സെക്ഷനിലോട്ട് പോവാന്ന്. എന്നാലും വെറുതെ ഒന്നിങ്ങനെ എടുത്തിട്ട് വീഡിയോയിലൊക്കെ കാണിക്കുമ്പോൾ കൊള്ളാം. പക്ഷേ ഈ ഒരു വൈറ്റ് ഇഷ്ടപ്പെട്ട് നോക്കിയപ്പോഴേക്കും അത് നല്ല നേർത്ത തിന്നായിരുന്നു. കുറച്ചും കൂടെ തിക്നെസ് ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാമായിരുന്നു. അപ്പോൾ അതും ഞാനങ്ങ് വിട്ടു. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു ടീഷർട്ടൊക്കെ ഇടേണ്ടി വരും. അതൊക്കെ വിചാരിച്ച് ഞാൻ വിചാരിച്ചു ഇനി പറ്റില്ല. അപ്പോൾ അങ്ങനെ എന്നാലും എനിക്ക് എന്തോ ഒരു തൃപ്തിയായില്ല കേട്ടോ. കാരണം ഇതിനു മുമ്പ് ഞങ്ങൾ ഡെയിലി പോകുന്നൊരു സ്റ്റുഡിയോ ഉണ്ട്, അത്ര പോരാ. ഇതിപ്പോൾ പുതിയതായി വന്നുകൊണ്ടായിരിക്കും അങ്ങനെ നല്ലൊരു കളക്ഷൻ ഇല്ല എന്ന് പറയാം. അപ്പോൾ ഈ 2 എണ്ണമാണ് കേട്ടോ ഞാൻ എടുത്തത്. കാരണം ഒരെണ്ണം ചേട്ടൻ സെലക്ട് ചെയ്ത് തന്നെ. അപ്പോൾ വേണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ, അപ്പോൾ നമുക്ക് ഒരെണ്ണം കുറയില്ലേ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഇതും എടുക്കാമെന്ന്. പക്ഷേ ഇതും എനിക്ക് അത്ര കംഫർട്ട് തോന്നിയില്ല. പക്ഷേ ഇട്ടപ്പോഴ് കൊള്ളാം, എടുത്തപ്പോഴേ എനിക്ക് അത്ര തോന്നിയില്ല. പിന്നെ നമ്മൾ കമ്മൽ സെക്ഷനിലും കുറച്ച് ജ്വല്ലറി സെക്ഷനിലൊക്കെ നോക്കിയപ്പോഴും ഇവിടെ അത്ര വലിയൊരു എന്താ പറയുക സെലക്ഷൻ കാണുന്നില്ല. അപ്പോൾ അവിടുന്ന് സ്കിപ്പ് ചെയ്തു. വെറുതെ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കറങ്ങി തിരിഞ്ഞു. സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ തൊട്ട് മുൻപേ ഒക്കെ പോയ സ്റ്റുഡിയോ അടിപൊളിയാണ്. ചെരുപ്പായാലും ഞാൻ എല്ലാം ഒന്ന് നോക്കി, പക്ഷേ എടുക്കാൻ നിന്നില്ല. പിന്നെ ഞങ്ങൾ സാധാരണ ചേട്ടൻ ഇങ്ങനെ ഡ്രസ്സ് എടുക്കാറ് കുറവാണ്. ഞങ്ങൾക്ക് എന്ത് ആഘോഷത്തിനായാലും വാങ്ങി തന്നാലും ചേട്ടൻ അങ്ങനെ എടുക്കാറില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പറ്റൂല, നമുക്ക് എല്ലാവർക്കും എടുക്കണം, എല്ലാവർക്കും ഇന്ന് പുത്തൻ, അതായത് വിഷുവിന് പുത്തൻ ഇടണമെന്ന്. അപ്പോൾ ഇന്ന് കിട്ടിയൊരു സൺഡേ ആണ്. ഇനിയിപ്പോൾ നാളെ സമയമില്ല, നാളെ വിഷു ആയി. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാം ഒന്ന് എടുത്ത് നോക്കുമ്പോഴേക്കാണ് സംഭവം പുറത്ത് നമുക്ക് പോവാൻ റൂട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ ഇലക്ഷൻ്റെ, അതായത് സ്ഥാനാർത്ഥി വരുന്ന എന്തോ സംഭവമാണ്. തെലുങ്ക് ആയതുകൊണ്ട് ആരോട് ചോദിച്ചില്ല എന്താണെന്നുള്ള, സ്വയം അങ്ങ് ഊഹിച്ചെടുത്തു. അപ്പോൾ ഒരു മാലയൊക്കെ ഒരു ക്രെയിനിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, സ്ഥാനാർത്ഥിക്ക് ഇട്ട് കൊടുക്കാനായിരിക്കണം. അപ്പം നമ്മൾ ഷോപ്പിംഗ് നമ്മുടെ കഴിഞ്ഞു. അതുപോലെ അമ്പലത്തിലൊന്ന് പോയി തൊഴുത് പ്രാർത്ഥിച്ചു. മനസ്സിന് കുറച്ച് ശാന്തത വന്നു. അപ്പോൾ ഇന്നത്തെ ഭക്ഷണം എന്ന് വെച്ചാൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിലെത്തി കഴിച്ച് കൊന്നപ്പൂവൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഷോപ്പിങ്ങിന് ഇറങ്ങിയത്. അമ്പലത്തിൽ പോകുമ്പോഴേ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. അപ്പോൾ ഇന്നത്തെ ഭക്ഷണം ഇനിയിപ്പോൾ വീട്ടിലോട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് പോവുകയാണേ. ഇതും എല്ലാം മൊത്തത്തിൽ വീട്ടിൽ കൊണ്ട് പോയി വെച്ചിട്ടൊന്ന് ഫ്രഷായിട്ട് വേണം ഉച്ചക്കത്തെ ഫുഡിന് വേറൊരിടത്ത് പോവാം. അതിൻ്റെ വീഡിയോസും വരുന്നതാണ്. അപ്പം നിങ്ങൾ അതും കാണാൻ മറക്കരുത്. നമ്മളെ സപ്പോർട്ട് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു മാല, ഞാൻ പറഞ്ഞ മാല. അപ്പം നമ്മുടെ ഇപ്രാവശ്യത്തെ വിഷുവിൻ്റെ ചെറിയൊരു വ്ളോഗ് ഞാൻ പരമാവധി ഇടാൻ ശ്രമിക്കാം. നിങ്ങളെന്തായാലും സപ്പോർട്ട് ചെയ്യില്ലേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.